കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു. ജോൺസൺ ആണ് പിടിയിലായത്. കോട്ടയത്ത് നിന്ന് ആണ് പിടിയിൽ ആയിട്ടുള്ളത്. എന്നോടൊപ്പം വി വിനോദാണ് ചേരുന്നത്. വിനോദേ, ഈ വിഷയം ആരാണ് പ്രതി എന്ന ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലായില്ല. പിന്നെ അതിനെപ്പറ്റിയുള്ള സൂചനകൾ വന്നു. പിന്നെ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. പ്രതിയെ എങ്ങനെയാണ് പിടിച്ചത്, എവിടെ വെച്ചാണ് പിടിച്ചത്, ആരാണ് പിടിച്ചത്? മനു, കോട്ടയം ചിങ്ങവനത്ത് പിടിയിലായെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോഡ് സൈഡിൽ നിന്ന് പോലീസ് സംഘം സംശയം തോന്നി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിഷം കഴിച്ചിട്ടുണ്ടെന്ന സംശയമുണ്ടായി. തുടർന്നിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജോൺസണാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇയാൾ ഈ ചൊവ്വാഴ്ച കൊലപാതകം നടത്തിയ ശേഷം സ്കൂട്ടറിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. അവിടെ നിന്ന് ട്രെയിൻ മാർഗം കോട്ടയത്തെത്തി എന്നാണ് കരുതുന്നത്. ചിങ്ങവനത്ത് നിന്നാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കേസിൽ ആരാണ് പ്രതി, കൊലപാതകി, യഥാർത്ഥ കൊലപാതകി ആരെന്നതിൽ പോലും ഒരു സംശയമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. ഇങ്ങനെ ഒരു പ്രതി അവിടെ വന്നുപോയി എന്നത് സ്ഥിരീകരിക്കാൻ കുറച്ച് സമയം വേണ്ടി വന്നു. എന്നാൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി തന്നെയാണ് കൊല നടത്തിയതെന്ന് പിന്നീട് പോലീസ് സ്ഥിരീകരിച്ചു. ആതിരയെ കൊലപ്പെടുത്തി ഇവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഈ കൊലപാതകം നടത്തിയ ശേഷം യുവതിയുടെ തന്നെ സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് കടന്നു കളയുകയുമായിരുന്നു. ഏതായിരുന്നാലും കോട്ടയം ഭാഗത്തേക്കുള്ള തീവണ്ടിയിലാണ് ഇയാൾ യാത്ര ചെയ്തത് ഇപ്പോൾ വ്യക്തമാകുന്നു. ചിങ്ങവനത്ത് റോഡരികിൽ നിന്ന് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മനു, അപ്പോൾ ഇയാൾ വിഷം കഴിച്ചു എന്ന് വിനോദ് പറഞ്ഞല്ലോ. അത് എന്താ, ആത്മഹത്യക്ക് വേണ്ടിയുള്ളൊരു ശ്രമം ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായി പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായൊരു നീക്കമാണോ? എന്താണത് വിനോദ്? പോലീസ് എന്താ നൽകുന്ന വിവരം? അങ്ങനെ ഒരു സംശയമാണ്. ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പോലീസിന്റെ തന്നെ കസ്റ്റഡിയിലുണ്ട്. ഇത് തിരുവനന്തപുരത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ചിങ്ങവനത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. അതോടൊപ്പം തന്നെ ഇയാൾ വിഷം കഴിച്ചിരുന്നു എന്ന കാര്യം സംശയം തോന്നി. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടുക്കിയിൽ പിടിയിലായെന്ന ചില വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ കോട്ടയത്ത് ചിങ്ങവനത്ത് പിടിയിലായി എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായിരുന്നാലും മനു, വളരെ പോലീസിനെ വട്ടം കറക്കിയ ഒരു സംഭവമാണ്. ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വർഷം മുൻപ് പരിചയപ്പെടുകയും അതിനുശേഷം പലതവണ യുവതിയുമായി പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിലാക്കി പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 1 ലക്ഷം രൂപ ഇങ്ങനെ നേരത്തെ വാങ്ങി പിന്നീട് ചെറിയ ചെറിയ തുകകൾ വാങ്ങുന്ന രീതി ഉണ്ടായി. കുടുംബത്തെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇതിൽ വഴങ്ങാത്തതിനെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിനും 2 ദിവസം മുൻപ് കഠിനംകുളത്തിന് സമീപം പെരുമാതുറയിൽ ലോഡ്ജിൽ മുറിയെടുത്ത് 2 ദിവസം താമസിക്കുകയും ചെയ്തു. ആ ലോഡ്ജിൽ നിന്ന് കത്തിയുമായി കഠിനംകുളത്ത് യുവതി താമസിച്ചിരുന്ന വീട്ടിലേക്ക് പ്രതി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ കൊല നടത്തുന്നു. യുവതിയുടെ ഭർത്താവ് രാജീവ് പുലർച്ചെ 5 മണിക്ക് സമീപത്ത് തന്നെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ പോകും. അവിടുത്തെ പൂജാരിയാണ്. തുടർച്ചയായി അദ്ദേഹം അവിടെ ജോലിക്ക് പോകുന്ന ആളാണ്. പൂജാരിയായി അവിടെ സേവനമനുഷ്ഠിക്കുന്ന ആളാണ്. രാവിലെ 8:30 മണിക്ക് സ്ഥിരമായി പ്രവൃത്തി ദിവസങ്ങളിൽ കുഞ്ഞിനെ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാൻ ആതിര പുറത്തു വരാറുണ്ട്. റോഡിനോട് ചേർന്ന് തന്നെ ഉള്ള വീടാണ്. ഈ കൊലപാതകം നടക്കുന്ന ദിവസവും 8:30 മണിക്ക് കുട്ടിയെ സ്കൂളിലേക്ക് അയച്ചു. അതിനുശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. വീട്ടിലെത്തിയ പ്രതിക്ക് ചായ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് കൊല ചെയ്യുമെന്ന ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഇവർ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പിന്റെ ഒരു പാതയിലേക്ക് എത്തിയിരിക്കണം. അല്ലെങ്കിൽ പ്രതിയെ ഇത്ര കണ്ട് സ്വീകരിക്കാനുള്ള ഇടയില്ല. പക്ഷേ പ്രതി തന്ത്രപൂർവ്വം അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വന്ന് പിന്നീട് കൊലപാതകം നടത്തി എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഈ